വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശിവനാണെങ്കിൽ ആ ഒരു വേലായുധൻ്റെ ആ ഒരു വാടക വീട്ടിലിങ്ങനെ കട്ടിലിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന കിടക്കുകയാണ്. അന്നേരം റാണി വന്നിട്ട് ചായ വേണോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വേലായുധൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പൂരത്തിന് പോയതാണ്, ഇനിയിപ്പോഴൊന്നും വരില്ല എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുകയാണ്. അന്നേരം ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് റാണി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ വണ്ടിയാണ് വരുന്നത്. ശാലിനി ചേച്ചിയുടെ വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് റാണി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രാമേട്ടനാണ് ഡോക്ടറെയും കൊണ്ടാണ് വരുന്നത്. പക്ഷേ ആ ഒരു ഡോക്ടർ സതീശനെയും കൊണ്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു അസുഖമൊക്കെ കണ്ടുപിടിച്ചില്ല, ആ ഡോക്ടറെയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരം പിന്നെ ശിവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം എനിക്ക് അസുഖമൊന്നുമില്ല എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. എന്നാലും ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇരുന്നിട്ട് പരിശോധിച്ചൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ആ പോലീസുകാർ നന്നായിട്ട് പെരുമാറിയല്ലേ, ഇവർക്കെതിരെ നിയമ നടപടിക്ക് പോവുകയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനെയും നോക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശിവൻ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. തുടർന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്നിങ്ങനെ രാമേട്ടൻ ചോദിക്കുകയാണ്. അന്നേരം തൽക്കാലം ഉള്ള മരുന്ന് കുറിച്ച് തരാം, പക്ഷേ രണ്ട് ടെസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണം, ആ ടെസ്റ്റിനുള്ളത് ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് റാണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കണം, അങ്ങനെ കുറേ മരുന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ അതുപോലെ ചെയ്യാമെന്നൊക്കെ റാണി പറയുകയാണ്. അന്നേരം നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് ഹാർട്ടിന് സർജറി ചെയ്തതാണല്ലേ ചോദിക്കുമ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു മൈനർ എന്നിങ്ങനെ ഓപ്പറേഷൻ ഇങ്ങനെ പറയുന്നു. ശിവൻ അറിയില്ല ഹൃദയം മാറ്റി വെച്ചു എന്നുള്ളത്. അന്നേരം അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടോ എന്നിങ്ങനെ വീണ്ടും ഡോക്ടറെ അടുത്തത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ അത്ര വലുതായിട്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്, ഈ ഡോക്ടർക്ക് അറിയാമോ എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല. തുടർന്ന് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രാമേട്ടനാണെങ്കിൽ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേസമയം ശിവൻ അവിടെ കിടന്ന് ഇങ്ങനെ ആകെ ദേഷ്യമൊക്കെയാണ്, ആ ഒരു സോമശേഖരനുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. തുടർന്ന് റാണിയാണെങ്കിൽ ചന്ദ്രയെ ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രയൊന്നും അറിഞ്ഞില്ലല്ലോ, എന്തുണ്ട് വിശേഷം എന്നും പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം നമുക്കല്ല വിശേഷം, നിൻ്റെ ഏട്ടനാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുന്നുണ്ട്. അന്നേരം സോമശേഖരൻ പിടിച്ചുകൊണ്ടുപോയി നന്നായിട്ട് തല്ലി, ഹോസ്പിറ്റലിൽ പോകാനൊന്നും വിളിച്ചിട്ട് വരുന്നില്ല. ഇപ്പോൾ ശാലിനി ചേച്ചിയാണ് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചത്, എന്തൊക്കെയോ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലണമെന്നാണ്, വരുമെന്ന് തോന്നുന്നില്ല, പറ്റുമെങ്കിൽ നീ ഒന്ന് വാ എന്ന് പറയുകയാണ്. അന്നേരം ഇവിടുത്തെ കാര്യം അറിയില്ലേ, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് വരാനും പറ്റില്ല, പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ വരുമെങ്കിൽ നോക്കാം, ഏട്ടനെ നോക്കണേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിഷമം കൊണ്ട് പറയുന്നുണ്ട്. അന്നേരം നീ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് നോക്കാം, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പറ്റുമെങ്കിൽ നീ ഒന്ന് വന്ന് കണ്ട് സംസാരിക്കുന്നു പറയുകയാണ്. അതൊന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ചന്ദ്ര ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര ആലോചിക്കുകയാണ്, ഏട്ടനെ കാണാനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അമ്മയും വിടില്ല അച്ഛനും വിടില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പിന്നെ റാണിയുടെ കാര്യം പറയാം എന്നും പറഞ്ഞിട്ട് ഷോളൊക്കെ എടുത്തിടുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ. തുടർന്ന് ചന്ദ്രയാണെങ്കിൽ ചെന്നിട്ട് നിർമ്മലയോട് പറയും. നിർമ്മലയോട് ഇങ്ങനെ മലക്കറിയെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറയുകയാണ്. ഞാൻ പുറത്തേക്കും ചോദിക്കുമ്പോൾ അത് റാണിയുടെ കയ്യിൽ നിന്നെന്ന് പറയുമ്പോൾ എന്നെ കൊടുക്കാനുള്ള വഴിയല്ലേ, എൻ്റെ അച്ഛനെ അറിയാതെ എങ്ങും പോകാൻ സമ്മതിക്കില്ല, എന്നെ കൊലയ്ക്ക് കൊടുക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഞാൻ റാണിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും സമ്മതിക്കില്ല, എൻ്റെ സമ്മതത്തോടെ നീ പോവില്ല എന്നും പറഞ്ഞ് നിർമ്മല പറയുന്നുണ്ട്. അന്നേരം അത് ഏട്ടൻ ഇങ്ങനെ പെട്ടെന്നങ്ങ് പറയുകയാണ്. അന്നേരം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പണി ഒപ്പിച്ചുകൊണ്ടാണെന്ന്, അവിടെ പോകാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ശത്രുക്കളാക്കിയല്ലേ, അമ്മയും അച്ഛനും വിചാരിച്ചിട്ടല്ലേ ഏട്ടൻ ഇങ്ങനെ പുറത്ത് നിൽക്കേണ്ടി വരുന്നത്, അങ്ങനെയൊന്നും പറ്റില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, അമ്മയൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് റാണി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തിരിയുകയാണ്. അന്നേരം നിർമ്മല അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്, പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഈ സമയത്ത് ചന്ദ്ര അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ മഹേന്ദ്രൻ വന്ന് മുന്നിട്ട് നിൽക്കുകയാണ്. ഇങ്ങോട്ട് പോകുന്ന ചോദിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ എങ്ങോട്ടും പോകണ്ട എന്നിങ്ങനെ മഹേന്ദ്രൻ കടുപ്പിച്ച് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിനുശേഷമാണ് ശാലിനി അവിടെ ആ ഒരു കുടുംബശ്രീ വീട്ടിലേക്ക് അവരെ ആ സുധാകരനെയും ഭാര്യയും പിന്നെ മാനെയും കൂട്ടിക്കൊണ്ട് ഒരു കാറിൽ ഇങ്ങനെ വരുന്നത്. അന്നേരം ഹോട്ടലിൽ നിന്നുകൊണ്ട് പിന്നെ ശ്യാമയും ഗോപാലകൃഷ്ണനും ഒക്കെ ഇത് കാണുന്നുണ്ട്. അന്നേരം ശാലിനിയാണ് എന്നിങ്ങനെ ശാന്ത പറയുന്നുണ്ട്. തുടർന്ന് ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ആ ടാക്സിക്കാരനെ അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ദീപുവിനെയും കൊണ്ടാണ് ആദ്യം കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത്. അന്നേരം ഇത് ദീപു സത്യയുടെയും അപ്പിയുടെയും കൂടെ പഠിച്ചതാണ്, ഇവരുടെ പിന്നെ ഇവർക്ക് ഒരു രാത്രി താമസിക്കണം, ഇവിടെ താമസിക്കണം, നാളെ ഇല്ല ശരിയാകും ഇവിടെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഡിസ്ചാർജ് ആയതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ സുധാകരനെ പിടിച്ചുകൊണ്ട് ഈ ഭാര്യയാണെങ്കിൽ വന്ന കുടുംബശ്രീ ഹോട്ടലിൻ്റെ തിണ്ണയിലേക്ക് ഇങ്ങനെ കൈവരിയിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊരു സത്രമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞ്, വരുന്നവരെയും പോണവരെയും കയറ്റി താമസിപ്പിക്കാനായിട്ട്, അതിനേക്കാൾ ഭേദം സത്യാമ്മയുടെ വീടല്ലായിരുന്നു, അപ്പോൾ അമ്മായിയമ്മയ്ക്ക് മരുമോൾക്ക് അമ്മായിയമ്മയുടെ സഹായം, പിന്നെ ഹോസ്പിറ്റലിൽ അഴിമതി പുറത്തു കൊണ്ടുവന്ന കളക്ടർ ശാലിനിക്ക് അഭിനന്ദനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞങ്ങോട്ട് ഗോപാലകൃഷ്ണൻ ചൂടാവുകയാണ്. അതേപോലെ ശ്യാമയും പറയുന്നുണ്ട്, പിന്നെ ഒന്നാമത് ആ കൊച്ചിൻ്റെ കരച്ചിൽ കാരണം ഇവിടെ ചെവി അടഞ്ഞിരിക്കുകയാണ്, ഏത് സമയവും തൊണ്ടിയുള്ള കരച്ചിലാണ്, ഇത്രയും ശബ്ദം എവിടെ നിന്ന് വരുന്നോ എന്തോ നമുക്ക് കുഞ്ഞിനെയും പറയുന്നുണ്ട്. അതിനിടയിൽ നടക്കാത്തയും വയ്യാത്തവരുടെ കൊണ്ടുവന്നാൽ
ഇതൊരു ത്രിശങ്കു സ്വർഗ്ഗമായി പോകും. പിന്നെ വീട്ടിലെ ജോലി, അടുക്കള ജോലി എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല, സൗമ്യേച്ചിക്ക് ഇത് അറിയാമല്ലോ, ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയും ചൂടാവുകയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സമ്മതിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയും, എങ്കിൽ പോയി അമ്മയെ കൊണ്ടുപോവാ, എന്നിട്ട് അവരെ കയറ്റി താമസിപ്പിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇറങ്ങി അങ്ങ് പോവുകയാണ് ഹോട്ടലിൽ നിന്ന്. അന്നേരം സുധാകരൻ്റെ ഭാര്യയൊക്കെ ഇങ്ങനെ വിഷമിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, ആ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇടന്ന് അലറുകയാണ്, അത് കരച്ചിൽ, ഏത് സമയം കരച്ചിൽ നിർത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇവിടെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ സുധാകരൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്, മാഡം ഞങ്ങൾക്ക് വേണ്ടി ചെറുതാവണ്ട, ഞങ്ങൾ ഒരു ദിവസത്തെ കാര്യമില്ല, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയും കിടന്നോളാം, ഞങ്ങൾക്ക് അതൊരു ശീലമുണ്ടല്ലോ, ഒന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. നേരവും ശ്യാമ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ കരയുന്നത് കേട്ടിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, പിന്നെ അല്ല അതിന് ശേഷം പിന്നെ ശ്യാമ പറയുന്നുണ്ട് സമ്മതിക്കില്ല എന്നുള്ളത്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, സുധാകരനോട് ചെന്ന് പറയുകയാണ്, ഇത് എൻ്റെ അമ്മയുടെ ഹോട്ടലാണ്, ഇവിടെ താമസിക്കാൻ നിങ്ങൾക്കൊരു ദിവസം, ഇവിടെ നിങ്ങൾ ആരെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരനെ ഭാര്യയെ പിടിച്ചുകൊണ്ട് ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ശ്യാമയോട് പറയുന്നുണ്ട്, ഇവരിവിടെ തന്നെ താമസിക്കും ഒരു ദിവസം, ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ, അതിനെ ആരും എതിർക്കാനും വരണ്ട, ഇവിടെ നിന്ന് ആരും ഇറക്കി വിടാനും പോകുന്നില്ല എന്ന് പറയുക. അന്നേരം ശാന്ത പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകായിരുന്നു, കുഞ്ഞിനെ അറിയാമല്ലോ, ശാലിനിക്ക് അറിയാമല്ലോ എൻ്റെ വീട്ടിലെ സൗകര്യക്കുറവ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു മനസ്സുപോലും ഇവിടെ ശ്യാമ കാണിക്കുന്നില്ല. അന്നേരം ഈ കുഞ്ഞിങ്ങനെ നിർത്താതെ കരയുന്ന കേട്ടിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്തിനാ കുഞ്ഞിങ്ങനെ കരയുന്നത്? അന്നേരം എനിക്കറിയില്ല, പിന്നെ അതിൻ്റെ അമ്മ എടുത്തുണ്ടല്ലോ, അതിൻ്റെ അമ്മയോട് ചോദിക്കുമെന്ന് പറയാം, അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ കുഞ്ഞേച്ചി പോയി അതിനെടുത്ത് അങ്ങോട്ട് താലോലിക്കുക, കരച്ചിൽ നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്യാമ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് കാണിച്ചു പിടിക്കുകയാണ് ശാലിനി. അന്നേരം സുധാകരൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ പോകുന്നുണ്ട്, ഞാനിന്ന് പോയി എടുത്ത് നോക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഒന്ന് ശാലിനി പറയുമ്പോൾ ഈ സുധാകരൻ്റെ ഭാര്യ ശോഭനയാണെങ്കിൽ വീട്ടിനകത്തേക്ക് പോകുന്നുണ്ട് കുഞ്ഞിനെ എടുക്കാം. ശ്യാമയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ശ്യാമ പറയുന്നുണ്ട്, പിന്നെ കൊച്ചിൻ്റെ പ്രസവിച്ച അമ്മയ്ക്ക് കരച്ചിൽ മാറ്റാൻ കഴിയുന്നില്ല, പിന്നെയല്ലേ ഇന്ന് കണ്ട അവർ, മറ്റെങ്കിലും കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അവർ കടയുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുകയാണ്. സുധാകരൻ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ശാന്തയും പിന്നെ ശാലിനിയും കൂടി ശ്യാമയും കൂടി ഇനി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഈ കുഞ്ഞിനെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിർത്തുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് അവർ ഹോട്ടലിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരും, അതിനൊരു നാടൻ മരുന്നുണ്ട്, എന്തോ ഒരു പേര് പറയുന്നുണ്ട്, അടുക്കളയിൽ ഭാഗ്യത്തിന് അത് ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ പെട്ടെന്ന് ശാലിനി അങ്ങ് വാങ്ങുന്നുണ്ട്, താലോലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അമ്മ ശരീരച്ചിയുടെ പ്രസവം അടുത്തപ്പോഴേ അമ്മ ഇതൊക്കെ കരുതി വെച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശാലിനി കുഞ്ഞിനെ എടുത്ത് താലോലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരവും ഈ ശ്യാമയാണെങ്കിൽ പറയുന്നുണ്ട്, വീണ്ടും വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, ഇനിയിപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരിക, കൊച്ചും തള്ളയും കുട്ടിയും നടക്കാത്തതും പ്രസവ ശുശ്രൂഷയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതുകൊണ്ടാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്, പ്രസവ ശുശ്രൂഷയും കൊച്ചിൻ്റെ കാര്യം വീട്ടു ചെലവും എല്ലാം കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ ദേഷ്യപ്പെടുകയാണ്, നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട്? നിനക്കിപ്പോൾ അച്ഛൻ്റെ സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അന്ന് ഞങ്ങൾ അമ്മയുടെ സ്നേഹം ഉണ്ടായിരുന്നു, അമ്മയുടെ സ്നേഹം മാത്രമായി നിനക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതിന് സ്നേഹമായാലും ഭക്ഷണമായാലും എന്ത് സാധനമായാലും ഞങ്ങളുള്ള കൂടുതൽ തന്നാണ് നിന്നെ വളർത്തിയത്. അത് നീ പറയും, പിന്നെ ഇളയതല്ലേ എന്നുള്ള അവകാശവാദം ഉണ്ടാകും, പക്ഷേ അങ്ങനെയൊന്നുമില്ല, നീ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്, പക്ഷേ നിനക്കൊരു സ്നേഹവും നന്ദിയും ഒന്നുമില്ല, നിനക്ക് എങ്ങനെ പറയാനൊക്കെ തോന്നുന്നു ഇതൊക്കെ എന്നും പറഞ്ഞ്, എന്നെ പോലൊരു ജന്മം എങ്ങനെ ഉണ്ടോ, ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്നൊക്കെ ആക്ഷേപിക്കുന്നുണ്ട് ശാലിനി. അന്നേരമാണെങ്കിൽ ഈ ശ്യാമയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നീ ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവസാനം ആകുമ്പോൾ ആരും കാണില്ല നിൻ്റെ കൂടെ, നീ അവസാനം ഒറ്റപ്പെട്ടു പോവും എന്നൊക്കെ നീ ഇങ്ങനെ തിരിച്ചു പറയുമ്പോൾ ദേഷ്യം തോന്നാത്തത് നീ ഞങ്ങളുടെ കുഞ്ഞനിരത്തി ആയതുകൊണ്ടാണ്, നീ പറയുന്ന തൊള്ളകീറി കരയുന്ന കുഞ്ഞിൻ്റെ അമ്മ എന്നൊക്കെ ശാരിയേച്ചിയെ കളിയാക്കിയില്ലേ, അവർ വരെ ഉള്ളത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ആ ഒരു സ്നേഹവും നന്ദിയും വേണം എന്നൊക്കെ കുറേ പറയുന്നുണ്ട് ശാലിനിയാണ്. അപ്പോൾ ഒരക്ഷരം മിണ്ടാതെ ശ്യാമ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഇങ്ങനെ താലോലിക്കുകയാണ്. അതേസമയം രാത്രിയാണെങ്കിൽ ഇവിടെ ശിവന് നല്ല പനിയുണ്ട്. അന്നേരം റാണി പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്, ഞാൻ ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. അന്നേരം എനിക്ക് എന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ തീരുമെന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല, രാത്രിയാകുമ്പോൾ പനി കൂടിയാലോ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കുന്നത് നല്ലതാണ്, ആളെ കൊല്ലുന്ന പനി വരെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പെട്ടെന്നൊന്നും തീർന്നു പോകുന്ന തടിയല്ല എൻ്റേത് എന്നിങ്ങനെ ശിവൻ വാദിക്കുകയാണ്. അന്നേരം തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല, ഞാൻ ഇപ്പോൾ കാപ്പി കൊണ്ടുവരാമെന്നും പറഞ്ഞ് റാണിയാണെങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് പോകും.
പോകുന്നുണ്ട്. ഈ സമയത്ത് കമലിനാണെങ്കിൽ ഓട്ടോയിൽ വരുന്നുണ്ട്. കമലോ ഇങ്ങനെ ഓടി അകത്തേക്ക് കയറുമ്പോൾ ശിവനിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എന്താ ആശാനെ എന്നും പറഞ്ഞ് നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കുന്നുണ്ട്. എന്ത് പറ്റി ആശാൻ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പതി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അന്നേരം നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുക. അന്നേരം ചന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പിടിച്ചു കെട്ടി കൊണ്ടുപോകണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം അവളുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ റാണിയാണെങ്കിൽ കാപ്പിയായിട്ട് വരുന്നുണ്ട്. അന്നേരം ഒരെണ്ണം ശിവൻ ഇങ്ങനെ കൊടുക്കുകയാണ്. അന്നേരം എനിക്കില്ലേ എന്ന് പറഞ്ഞ് കമലൻ ചോദിക്കും, ഇത് കമലനുള്ളതാണെന്ന് ഓട്ടോ ഒരു ശബ്ദം ഞാൻ കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവൻ ആ കമലൻ്റെ പരാതി വരെ കണ്ടിട്ട് അങ്ങോട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പനിയില്ലെങ്കിലും പനിക്കോളിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആ കാപ്പി രണ്ടുപേരും കുടിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി ശിവനെ രാത്രി ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശാലിനി വരുമോ, ഇനി കൂട്ടിരിക്കുന്നത് ശാലിനിയാണോ, ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിയില്ല. പിന്നീട് ആ ഒരു കുടുംബശ്രീ വീട്ടിൽ അവർ ഒരു ദിവസത്തേക്ക് താമസിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോഴത്തേക്ക് ആ ഒരു ബാക്കി ഭാഗം അവർ ക്ലിയർ ചെയ്യുമായിരിക്കും. എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ ആ സതീഷ് ഡോക്ടറാണെങ്കിൽ ശിവനെ വന്ന് കണ്ടല്ലോ, അപ്പോൾ ഇനി അതുവഴി എന്തെങ്കിലും ഉണ്ടോ എന്നാണ്, ശിവനിൽ ഇരിക്കുന്ന വിഷ്ണുവിൻ്റെ ഹൃദയമാണെന്ന് അറിയുമോ, അങ്ങനെയുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.